അല്ല, ഇത് ആരുടെ കടയെന്ന് വിചാരിച്ചു? ആരുടെ കടയാലും വേണ്ടില്ല മോനെ. എന്റെ ദൈവമേ. അല്ല, ഇത് തന്നെയാണോ ഇതിന്റെ സ്റ്റാർട്ടിങ്? ചുരത്തിന്റെ കുറ്റിയാടി ചുരം. ഈ ചുരം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊന്ന നമ്മള് എല്ലാ വയനാട്ടിൽ നിന്ന് പോകാൻ പറ്റുന്ന എല്ലാ ചുരം കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ഇത് എത്ര ഹെയർ പിൻ ഉണ്ട് പൊന്ന? അന്ന് ഓർമ്മയില്ല. ഓ, അപ്പൊ നമ്മള് ചുരുക്കി പറഞ്ഞ വയനാട് ഡിസ്ട്രിക്ട് വിട്ടു. ഇത് നമ്മള് അതിർത്തി കയറിയില്ലേ? വണ്ടികൾ ഫുൾ ഓൺ പവർ. അവിടെ എന്താ പള്ളി എന്താ കാണുന്നുണ്ടല്ലോ? പള്ളിയാണോ അത്? ആ കാണുന്ന ഏതാണ്ടേ? അതെ. അത് നോക്കി വെച്ചാൽ അവിടെ ഈ ഫുള്ളും മേഘം കോട ഇറങ്ങിയിട്ട് അടിപൊളി ആയിരിക്കും. കുപ്പി പോലത്തെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ ചെയ്ത്. ബോട്ടിൽ ബൂത്ത്, അത് ബോട്ടിലുകൾ മാത്രമേ ഇടാൻ പാടുള്ളൂ അതിനകത്ത്. എങ്ങനെയുണ്ട് റൈഡിന്റെ എക്സ്പീരിയൻസ്? നല്ല കോടയൊക്കെ മൂടിയിട്ട് തുടക്കത്തിലൊരിതായിരുന്നു, ഭയങ്കര മഞ്ഞിങ്ങനെ അടിച്ചു. ഇപ്പത്തെ ഒരു വെയിൽ ഉദിച്ചിട്ട് കോട വരും. അതാണ് എനിക്കിഷ്ടമുള്ള ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇയാളെന്തോ കാണിക്കുന്നേ? കോമഡി ആയ കാറ്റും ഇല്ലാണ്ട്. ഞാൻ സത്യം പറയുന്നത് പേടിച്ചു. സത്യം ഞാൻ പേടിച്ചു. ആകെ കുറച്ച് കാറ്റുള്ളൂ, അതും വലിച്ചെടുത്തത്. അതിന്റെ പറ്റി അവിടെ അങ്ങനെ എന്നിട്ട് പറയണേ പഞ്ചറായി കഴിഞ്ഞാൽ കയറുന്നത്. ഞാൻ നോക്കുമ്പോണ്ട് പഞ്ചറായി നോക്കുമ്പോ കാറ്റില്ല. ഇതിന്റെ ഇടയിൽ പഞ്ചറും ആയോ? അല്ല, ഇനിയിപ്പോ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ വഴി നോക്കണം. അല്ല, 30 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. നമുക്കിപ്പോൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. നിങ്ങൾ എന്താണ് ഓർഡർ ചെയ്തതെന്ന് പറയും. ഞാൻ ഓർഡർ ചെയ്തു. അത് പറഞ്ഞ എടുത്തില്ല, അപ്പം തന്നെ എത്തിയ സാധനം അവിടെ ഒന്നിവിടെ ചേച്ചാൻ തോന്നുന്നു. പൊറോട്ടയുടെ കൊടുത്തുള്ള സാധനങ്ങളാണ്. എന്നാലേ വരുന്നുള്ളൂ അല്ലേ? അതൊക്കെ ഗണ്ണിച്ച് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ പറയട്ടെ, അത്ര നേരം വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ ഒരു തൊപ്പി. നിക്ക്, ഇതാണ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പോൾ എന്താണ് പരിപാടി? ഡെസ്റ്റിനേഷൻ, അടുത്ത ഡെസ്റ്റിനേഷനോട്ട് പിടിക്കുകയാണ്. എന്നാ നേരെ ഡെസ്റ്റിനേഷൻ. 10 മണിയാകുമ്പോൾ ലേറ്റ് ആയിരുന്നു. പിള്ളേരൊന്നും 10 മണിയാകുമ്പോൾ എന്തായാലും. ഓക്കെ, എന്നാൽ 10 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഡെസ്റ്റിനേഷനിൽ വെച്ച് കാണാം. അങ്ങനെ 1 മണിക്കൂർ നീണ്ടു നിന്ന യാത്രയ്ക്ക് ശേഷം ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തിയിട്ട് ഇവർക്ക് കണ്ടിരിക്കും, ചാത്തന്മാർക്ക് കണ്ടിരിക്കും എല്ലാ തൊപ്പിയും സെറ്റപ്പൊക്കെ ഇട്ട്. ഞാനിവിടെ മൂഞ്ചെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അവസ്ഥ ഉണ്ടല്ലേ, ഒന്നുമില്ല, മുടി മാത്രം. നമ്മൾ ആദ്യം നമുക്ക് ആ ഡെസ്റ്റിനേഷനോട്. ഏത് ഡെസ്റ്റിനേഷൻ? ആ ഒരു മൂലയിൽ കുറച്ചൊരു തണൽ കുറച്ചൊരു ബോഡി തണുത്തിട്ടില്ലോ. എവിടെ? അപ്പറേക്ക് മേലെ കണ്ടില്ലേ മരത്തിന്റെ അവിടെ. നീ വെയിലത്തൂടെ അങ്ങോട്ടേക്ക് കിടക്കണ്ടേ? നമുക്കിവിടെ നമുക്ക് പോവാം. എവിടെ ആണല്ലേ? അതല്ല, കുറച്ചു നേരം ഇവിടെ ഇരിക്കാം, എന്നിട്ട് പോവാം. അതത്രേ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ ഇനീഷ്യൽ ഇംപ്രഷൻ? ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ
ലേറ്റ് ആയി പോയതാണ്. അത് പൊന്റെ തെറ്റാണ്. അപ്പം ഞാൻ വേറൊരു വഴി പോവാന്ന് വിചാരിച്ചപ്പോൾ അതെൻ്റെ തെറ്റല്ലല്ലോ. നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല സമയമായിരുന്നു. ഇനീഷ്യലും പ്രശ്നം എന്താണ്? ഇനീഷ്യൽ പ്രശ്നം അത് തന്നെയാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് ചൂടായിപ്പോയി. ആയതേ ഉള്ള സമയം ഭയങ്കര വെയിൽ അല്ലേ. ഒന്നെങ്കിൽ വൈകുന്നേരത്ത് വരണം, ഒരു 4:30 ഒക്കെ കഴിഞ്ഞിട്ട് 5 മണി സൺസെറ്റിൻ്റെ ആ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല സൺറൈസ് അല്ലെങ്കിൽ സൺസെറ്റ് ആ സമയത്ത് വരാം, നല്ല കാര്യമുള്ളൂ. നമുക്ക് ഇനി വരുമ്പോൾ സൺസെറ്റ് സൺറൈസിന് വരാം. Shall we off road? കല്ലിന് തെന്നലുണ്ട് കേട്ടോ. ഇതിന്റെ കല്ലിന് തന്നെയുണ്ട്. വലിയ കല്ല് ചവിട്ടണം. ഈ ചെറിയ ചെറിയ കല്ലുകൾ ചവിട്ട് ഇങ്ങോട്ട് വാ, ഇവിടേക്ക് ചവിട്ട്. നല്ല ആഴമുണ്ട് കേട്ടോ. നിങ്ങളെന്താ അവസ്ഥ? അവിടെ എന്താ അവസ്ഥ? ഇവിടെ ഇതാ അവസ്ഥ. നിങ്ങളുടെ അവസ്ഥ എന്താ? ഞാൻ എത്താനായി. നിങ്ങളെന്താ ബാക്കോട്ട് പോയേ? അയ്യേ ഇതുവഴി വാ. നിങ്ങൾ വേണ്ട വെച്ചാ ശ്രദ്ധിച്ച് നിങ്ങളെ ചെറിയ ചെറിയ കല്ല് ചവിട്ടിക്ക, വലിയ കല്ല് ചവിട്ടാണ്ട്. ഒരു കാര്യം അവിടെ നിന്ന് വാ. അവിടെ ഇത് കുറവാന്ന് തോന്നുന്നു. ആ ഭാഗം കണ്ടോ? പൊന്നനാണ് പേടിച്ചിട്ട്. ഇതുവഴി വാ. പൊന്നയുടെ കണ്ണുകളിലെ ആ ഭയം ഞാൻ കൃത്യമായി കാണുന്നു. ഇനി പൊന്ന അടിയിൽ നിന്ന് എന്താ അവസ്ഥ നോക്കട്ടെ. ഇപ്പൊ എത്ര മണിയായി? എന്താ വാങ്ങി കഴിച്ചു ഇപ്പൊ പറഞ്ഞിട്ട് കാര്യം, എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ്. ടൈമിങ് തെറ്റിപ്പോയി. 2 മിനിറ്റ് മുമ്പ് പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാം വയറ് ഫുള്ളായി. അടുത്ത വട്ടം വരുമ്പോ അവസരം തരാം. ഓടിക്കളിച്ച് മടുത്തിനില്ല, ഇനി വയ്യ എനിക്ക്. അപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയായിരുന്നു? ഡാം ജെഫ്രി ഡാം. ബൈ ബൈ. ഇതൊക്കെ ഇവിടെ നിന്നുള്ള വ്യൂ. ഞങ്ങൾ പോകുന്ന വഴിക്ക് നോക്കുമ്പോൾ ഇവിടെ നിന്നിട്ടുള്ള വ്യൂ ഒരു അന്യായ വ്യൂ ആണ്. പവർ സ്റ്റേഷൻ എവിടെ നോക്കട്ടെ, ഇതിൽ കാണുന്നുണ്ട്. അതാ പവർ സ്റ്റേഷൻ ഇതാണ്ട് അവിടെ കാണാം. പിന്നെ ഇതാ അത് നമ്മൾ നേരത്തെ വന്ന സ്ഥലല്ലേ. നമ്മള് എത്തിയില്ലേ. ഇവിടുന്ന് 1.5 കിലോമീറ്റർ നടത്തം കൂടിയുണ്ട്. അങ്ങോട്ടേക്ക് നടക്കണം. പിന്നെ ഡാം മാത്രമല്ല, ഇവിടെ ഒരു വാട്ടർഫോൾസും ഉണ്ട്. നിങ്ങൾ കണ്ടിരുന്നോ സൈലന്റ് ആയിട്ട് നടക്കുന്നേ? മടുത്തോ? തുള്ളിച്ചാടി നടക്കാൻ പറ്റുമോ? തുള്ളിച്ചാടി നടക്കുക. 1.5 കിലോമീറ്റർ ഇയാളെ പോലെ മടിയൻ. എന്തായാലും നമുക്ക് വേറെ ഗുണമുണ്ട് ചോദിച്ചാ, ഇന്ന് വർക്കിംഗ് ഡേ ആയതും കൊണ്ട് ആൾക്കാരുന്നില്ല, ഫ്രീ ആയിട്ട് നടക്കാം. നമ്മളൊന്ന് ദിവസം ശരിയായിരുന്നു, സമയം തെറ്റിപ്പോയി. അപ്പൊ എല്ലാം കൂടെ ഒക്കൂല. അതെ, വിഷയം. ഞാൻ അടുത്ത ഡാമിലൂടെ പെൻ സ്റ്റോക്ക് പൈപ്പിലൂടെ ഒഴുകി ഈഗാലാൻഡിലെ സ്ലൈഡ് പോലെ അതിനകത്ത് താഴെ. ഞാൻ നിങ്ങളോട് ഒരു അഭിപ്രായം ചെയ്യട്ടെ. ഇപ്പോൾ ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഇപ്പം നമ്മളിന്ന് വന്ന പോലെ ഈ 3 സ്പോട്ട്, അതായത് നമ്മൾ ഈ കാണാൻ പോകുന്ന 2 ആ വാട്ടർഫോൾസ് ഇതും, പിന്നെ ഏതാ നമ്മൾ ആദ്യം കണ്ട സ്ഥലത്തിന് തോണിക്കടവോ, കരിയത്തും പാറ, പിന്നെ വേണമെങ്കിൽ അതിൻ്റെ കൂടെ തോണിക്കട, അത് ഫ്രീ ആണ് 2ഉം. പിന്നെ നമ്മൾ വന്ന ചുരം. എന്താ അഭിപ്രായം? ബെസ്റ്റ് ആയിരിക്കുമോ ഒരു 1 ഡേ ട്രിപ്പിന്? ആദ്യം ഇങ്ങോട്ട് വരിക. എവിടെ? ഡാമിൻ്റെ. ഇവിടെ ഡാം കാണുന്നത് അടിപൊളിയാണ്, പക്ഷെ അതിലും അടിപൊളിയാണ് റൈഡ് അല്ലേ. പറ്റുവാണെങ്കിൽ 2 വീലർ തന്നെ വരണം, ഉഷാറായിട്ട് എൻജോയ് ചെയ്ത്. അതെ, ഇവിടെ ഇറങ്ങി വൈകിട്ട് പോകുമ്പോ തിരിച്ച് അവിടെ ഇറങ്ങി വെള്ളത്തിലൊക്കെ ഇറങ്ങി. ഇവിടെ കുറെ ചീങ്ങണ്ണികൾ ഭയങ്കര പരിപാടിയിലാണല്ലോ. സമ്മതിക്കണല്ലേ, വെള്ളം മാക്സിമം പിടിച്ചു വെച്ചിട്ടുണ്ട്. വെള്ളം എനിക്കൊന്ന് തുറന്നു വിടാറ്. 2 ഷട്ടറുള്ള ചെറിയ ഡാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ അവിടെയുള്ള ഇതില്ലേ പിന്നെ ഏത് ഡാം, കാരാപ്പുഴനെക്കാട്ടിലും ചെറുതാണോ ഇത്?
അത് കാരാപ്പുഴക്കാട്ടിലും വലുതാ. വെള്ളം തുറന്ന് പാവപ്പെട്ടിരിക്കും, സ്ലൈഡ് ഓടിക്കും, കുത്തി പറന്നു. നല്ല രസമായിരിക്കും. വെടിയെല്ലാം കൂടെ ഇറങ്ങി പുരക്കുഴി അല്ലേ? പുരക്കുഴി വെള്ളച്ചാട്ടം. കിട്ടുന്നില്ല. അതെ, പക്ക. മറ്റേ ഇതിലിറങ്ങി എനിക്ക് ഓർമ്മ വരുന്നേ അതിരപ്പള്ളി ഇതേപോലെ ഇറങ്ങാൻ നേരത്തെ ഇതേപോലെ കല്ലിട്ട് ടൈപ്പ് ഇതായിരുന്നു, ഇതേപോലെ താഴോട്ടേക്ക്. പക്ഷെ നമ്മൾ ഏതാണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടോ, ഒച്ച കേട്ടിട്ട്. എന്നാ ഓഫ് റോഡാണല്ലോ. എന്താ കേട്ടില്ല? ഏത്? ആ അവര് പറഞ്ഞാ ദൈവമേ, ഒരു രക്ഷയില്ല. എന്നാ ആഴം എന്താ ഇത്? പക്ക ഒരു ഡ്രോൺ വേണം കേട്ടോ. ഇത് ഇങ്ങോട്ടാ, ഇവിടേക്കാ, ഇവിടുന്ന് കാണണം. പണ്ടെങ്ങാണ്ട് ഇവിടെ ഇതുണ്ടായിരുന്നു, പൊളിഞ്ഞു പോയല്ലോ പാലം, തൂക്കുപാലം. ഏച്ചാ ഇങ്ങോട്ട്, ഇവിടെ നിൽക്ക്. പോയി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റൂല. ഇങ്ങനെ ചാരി നിൽക്കുമ്പോ ഇതങ്ങോട്ട് വളഞ്ഞു. അതെ, അതാ പറഞ്ഞേ. തൂക്കുപാലത്തൂടെ പോയിട്ട് തകർന്നു. അതങ്ങനെ വീണിട്ടുണ്ടാവും, അതായിരിക്കും അത് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടാവുക. എനിക്ക് തല കറങ്ങും. എന്നാ വാട്ടർ അറ്റ് ഇറ്റ്സ് മോസ്റ്റ് നാച്ചുറൽ ഫോം. എങ്ങനെയുണ്ട്? നമ്മുടെ കളിക്കാൻ പോകുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു കിണറില്ലേ, അതിലെ വെള്ളത്തിന്റെ അതൊരു മണ്ട് ചോളൊരു വെള്ളമല്ലേ? വെള്ളം വേരുകളൊക്കെ നോക്ക്. വെള്ളത്തിന് അഡിക്ഷൻ കയറി. ടേസ്റ്റടാ. ഓ വേച്ചാ ഗോപ്രോ എന്തിയേ? ഇതേ ഫുള്ള് മീനുകള്.